ഹായ് സ്റ്റുഡൻസ്, നമ്മൾ 7th ചാപ്റ്ററിൻ്റെ പകുതിയാണ് കഴിഞ്ഞ ക്ലാസ് ആയിട്ട് നമ്മൾ സംസാരിച്ചത്. ആ 7th ചാപ്റ്ററിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് ഇന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി കുറച്ച് കാര്യം ഇന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു SC ഒന്നും ഇതിനധികം ചോദിക്കൂല, ഷോർട്ട് ക്വസ്റ്റ്യനാണ് എന്നൊക്കെ. ഓക്കെ, ഞാൻ പറയുമ്പോൾ സ്പീഡൊക്കെ കൂടിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോലി മെല്ലെ ഒന്ന് കൂടുതൽ തവണ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ എന്താണ് ഞാൻ അതിൻ്റെ കൂടെ പറയുന്നതും കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും അല്ലേ. ഒത്തിരി അങ്ങ് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങ് സ്പീഡ് കൂടി വരികയാണേ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അടുത്ത പാട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത പാട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോത്ത് ആൻഡ് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിലുണ്ടായ വികസനം, വളർച്ച, അതോടൊപ്പം തൊഴിൽ ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതൊക്കെയാണ്. അതിൽ നോക്കാം. ഗ്രോത്ത് ഓഫ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലുണ്ടായ വളർച്ച, വർധനവ്, വികസനം. 2 important indicators of development are GDP ഗ്രോത്ത് റേറ്റ് ആൻഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. വികസനം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി 2 സൂചകങ്ങളാണ്. ഒന്ന് തൊഴിലവസരങ്ങളുണ്ടായ വർധനവും, മറ്റേത് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിലുണ്ടായ വർധനവും. If the economy is to develop, GDP and employment should grow. ഒരു രാജ്യം വികസിക്കുമ്പോൾ GDP വർദ്ധിക്കും, തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. Let us look at India's experience in this area. ഇന്ത്യ എങ്ങനെയായിരുന്നു നോക്കട്ടെ. പല കാര്യത്തിലും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ പോലെ അല്ലല്ലോ. The following chart shows the growth rate of GDP and employment during the period 1951 to 2012. 1951 മുതൽ 2012 വരെയുള്ള ഇന്ത്യയുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ വളർച്ച, തൊഴിലവസരങ്ങളിലെ വർധനവും അതോടൊപ്പം GDP ഗ്രോത്ത് റേറ്റും താഴെ ഒരു ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൻ്റെ പേരാണ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. സാധാരണ നമ്മൾ ഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ ഇതിനു മുന്നേ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഗ്രാഫൊക്കെ പഠിക്കേണ്ട സമയമായി. പക്ഷേ നമുക്കറിയാം ഇത്തവണ നമ്മളങ്ങനെ നേരിട്ട് അധികം എല്ലാവരും കംപ്ലീറ്റ് അറ്റൻഡൻസ് ആയതിനു ശേഷം, കംപ്ലീറ്റ് അഡ്മിഷൻ ആയതിനു ശേഷം നേരിട്ട് കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫിലേക്കൊന്നും പോകാതിരുന്നത്. ഇനി നമ്മൾ സമയം കിട്ടുമ്പോൾ ആവശ്യമാണെങ്കിൽ പോകും. ഓക്കെ, എന്തായാലും ഇപ്പോൾ അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഓർക്കുക, അത്രയേ ഉള്ളൂ. ഗ്രാഫ് വരക്കുന്നതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, അതൊക്കെ പിന്നീട് പഠിപ്പിച്ചു തരും. ചിലപ്പോൾ നമുക്കിങ്ങനെ എക്സാമിന് ഒരു ഗ്രാഫ് തന്നിട്ട് പറയും അനലൈസ് ദ ഗ്രാഫ് വിശകലനം ചെയ്യുക. അല്ലെങ്കിൽ ചോദിക്കും താഴെ തന്നിരിക്കുന്ന ഗ്രാഫ് പ്രകാരം ഏറ്റവും കുറവ് തൊഴിലവസരം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഏത് വർഷമാണ്, ഏറ്റവും കുറവ് GDP ഏത് വർഷമാണ് എന്നൊക്കെ ചോദിക്കും. 2 ഗ്രാഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കാണിക്കുന്ന തൊഴിലവസരമാണ് 1951 മുതൽ 2012 വരെയുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. മറ്റേത് കാണിക്കുന്നത് GDP. എക്സാക്ട് അത് രണ്ടും കാണിക്കുന്നതിന് സൂചന താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രാഫിൻ്റെ താഴെ നോക്കി 2 ഷേപ്പ്, ഓരോ ലൈനിൻ്റെയും ജോയിൻറ്റിൽ ഷേപ്പ് വ്യത്യാസമില്ല. ഒന്ന് സ്ക്വയറാണ്, മറ്റേത് ഇങ്ങനെ. എത്ര ആക്സിസ് ഉണ്ട് അതിന്? 1 2 3 4 ആ രീതിയിലാണ് അത് കാണുന്നത് അല്ലേ. ഓക്കെ, 2 ഗ്രാഫിൻ്റെയും ജോയിൻറ്റിൽ കൊടുത്തിരിക്കുന്ന ഷേപ്പ് വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസിന് തൊട്ട് മുകളിലായി കാണുന്നതാണ് എംപ്ലോയ്മെൻറ്റിനെ കാണിക്കുന്ന ലൈൻ. അതിൻ്റെയും മുകളിൽ കാണുന്നതാണ് GDP കാണിക്കുന്നത്. 1951-56 എംപ്ലോയ്മെൻറ്റ് GDP എത്രയാണെന്ന് നോക്കി. ആ ഓരോ ജോയിൻറ്റിലും അതിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. 0.39 ആണ് എംപ്ലോയ്മെൻറ്റ്, എന്നാൽ GDP 3.6 ആണ്. ഏറ്റവും കുറവ് 1961-66 ആകുമ്പോഴേക്കും എംപ്ലോയ്മെൻറ്റ് 2.03 ആണ്, GDP 2.6 ആണ്. 6.8 അല്ലേ, 2.86. ചില ലെറ്റേഴ്സിൽ ചില ക്ലാരിറ്റി കുറവുണ്ട്. 6 ആണോ 8 ആണോ എന്ന് ക്ലിയർ അല്ല. എന്തായാലും 2.6 or 8 അങ്ങനെയാണ്. പിന്നെ GDP ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ. 1990-92 GDP കുത്തനെ കുറഞ്ഞിട്ട് കണ്ടുവോ അല്ലേ, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിന് ഇതുപോലെ ഗ്രാഫ് തന്നിട്ട് ഗ്രാഫ് വിശകലനം ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഈ ഗ്രാഫ് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സ് ആക്സിസിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, എക്സ് ആക്സിസിലാണ് നമ്മുടെ വർഷം കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിലാണ് ഡാറ്റ കൊടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിന് തൊട്ട് മുകളിലുള്ള ലൈനാണ് അല്ലെങ്കിൽ ഗ്രാഫാണ്
എംപ്ലോയ്മെൻറ്റിനെ കാണിക്കുന്നത്. അതിൻ്റെയും മുകളിലുള്ളതാണ് GDP കാണിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് താഴ്ന്ന് ഇങ്ങനെ പോവുകയാണ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ വലിയ വർധനവൊന്നും വരുന്നില്ല. ഗ്രാഫിൻ്റെ പോക്ക് കാണില്ലേ? GDP ഇങ്ങനെ താഴ്ന്നും ഉയർന്നും പോകുന്ന കാണുന്നില്ലേ? ഓരോ ജോയിൻറ്റിലും അതിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആ ജോയിൻറ്റിനെ കാണിക്കുന്ന ഷേപ്പ് സ്ക്വയറാണ് എംപ്ലോയ്മെൻറ്റിന് താഴെയുള്ളത്. ഇപ്പോൾ ഗ്രാഫ് നമ്മൾ വിശകലനം നല്ല രീതിയിൽ കുറച്ചു നേരം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ബൈഹാർട്ട് പഠിക്കാനൊന്നുമില്ല. ഈ ഗ്രാഫ് നോക്കുക. എക്സ് ആക്സിസിൽ വർഷമാണ് കൊടുത്തിരിക്കുന്നത്, Y ആക്സിസിൽ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ലൈനും എങ്ങനെയാണ് പോകുന്നത്, ഏത് വർഷമാണ് കൂടുന്നത്, ഏത് വർഷമാണ് കുറയുന്നത് നോക്കിയേ. 1950-56 ആ വർഷങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് 0.39 ആണ്, എന്നാലോ GDP 3.6 ആണ്. പിന്നെ എംപ്ലോയ്മെൻറ്റ് കുറയുന്നുണ്ട്, GDP കുറയുന്നുണ്ട്. GDP കുത്തനെ കുറഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ട്. ഏത് 1990-92 നോക്കിയേ, GDP കുത്തനെ കുറഞ്ഞ് കൂടിപ്പോകുന്നത്. GDP ഏറ്റവും കൂടിയിരിക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയേ 2005 8.7 കാണുന്നില്ലേ. പിന്നെ 2010 വരുമ്പോൾ GDP വീണ്ടും കുറഞ്ഞു. എംപ്ലോയ്മെൻറ്റ് 2005-10 എംപ്ലോയ്മെൻറ്റും കുറഞ്ഞു. നോക്കിയേ 0.28 ഉള്ളൂ. 2010 ആകുമ്പോഴേക്ക് കുറച്ച് കൂടി. അപ്പോഴിങ്ങനെ നമ്മളെ ഗ്രാഫിൽ കാണുന്നത് എന്താണെന്ന് നോക്കി, ചിലപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഏത് വർഷമായിരുന്നു, ഏറ്റവും കൂടുതൽ GDP ഏത് വർഷമായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയാണ്. ഗ്രാഫ് ഇങ്ങനെ നോക്കുക, നമ്മൾ കണ്ടുപിടിക്കുക, അത്രയും ചെയ്യണ്ടു. ഓക്കെ, വേറെ ഒന്നും പഠിക്കാനില്ല. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ലൈൻ ഇങ്ങനെ പോകുന്നത് നോക്കുക. താഴെ വർഷമുണ്ട്, അതിൻ്റെ മുകളിൽ ഏതാണ് ഉയരത്തിൽ കിടക്കുന്നത്, അത്ര മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രാഫ് കാണുന്നത് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ചേഞ്ചസ് ഇൻ ദ സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ്. ഒരു രാജ്യത്തിൻ്റെ വികസനം നോക്കുമ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലുള്ള ചേഞ്ചസും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട് അല്ലേ. Changes in sectoral contribution to employment is important from the development perspective. Equally important is the status of the people employed. Look at the trend in the sectoral contribution to employment and the status of the employment in India over the years. ഓരോ വർഷം കഴിയുമ്പോഴും തൊഴിലവസരങ്ങളിലൊക്കെ വന്ന മാറ്റം നമ്മൾ കണ്ടു. കുറച്ച് പോയിന്റ് നമുക്ക് അവിടെ നോക്കാം. GDP ഗ്രോത്ത് റേറ്റ് വാസ് ലോ ടിൽ 1979. 1979 വരെ GDP ഗ്രോത്ത് റേറ്റ് അത്ര വർദ്ധിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് വർദ്ധിച്ചിട്ട് പിന്നെ താഴ്ന്ന് അങ്ങനെ വരുവാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് പിക്കപ്പ്, പിന്നീട് കൂടി. ആഫ്റ്റർ എ ടെമ്പററി ഡിക്ലൈൻ ഇൻ 1990-91 ഇറ്റ് അഗെയിൻ ഇംപ്രൂവ്ഡ്. 1990-91 കുറഞ്ഞ് വീണ്ടും കൂടി. അതായത് ഈ ഗ്രാഫിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഗ്രോത്ത് റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഹാസ് ബീൻ സ്റ്റഡി അറ്റ് അറൗണ്ട് 2% ഡ്യൂറിങ് 1961 to 1990. 1961 മുതൽ 90 വരെയുള്ള സമയങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് കാണുന്നില്ലേ. ആദ്യത്തെ താഴത്തെ ലൈൻ നോക്കിയേ, ഇങ്ങനെ ലൈൻ പോകുന്ന കണ്ടോ. പിന്നെയാണ് കുറച്ച് 99 2005 വരുമ്പോഴാണ് കുറച്ച് വർദ്ധിച്ചത് എംപ്ലോയ്മെൻറ്റ്. അതായത് ഒരു 1961 66 അല്ലെങ്കിൽ 61 മുതൽ 2000 വരെയുള്ള ആ വർഷങ്ങളിൽ, അല്ലെങ്കിൽ 2000 തൊട്ട് മുന്നേ 2000 ആകുമ്പോഴേക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 1961 മുതൽ 1990 വരെയുള്ള സമയങ്ങളിൽ വെറും 2% അടുത്താണ് നമ്മളെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. കൃത്യമായി 2 ഒന്നുമില്ലേ, 2-നേക്കാൾ കുറയുന്നൊക്കെയുണ്ട്. ഒരു വർധനവും ഇല്ല എന്നാണ് അത് കാണുന്നത്. പിന്നീട് കുറച്ച് കൂടി 99 2005 വരുമ്പോൾ പിന്നെ വീണ്ടും കുറഞ്ഞു. 2005 10 വരുമ്പോൾ പിന്നെ കുറച്ച് കൂടി. അപ്പോൾ അത് ആ ഒരു ചേഞ്ചസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2010-12 വരുമ്പോൾ 1.12 ഉള്ളൂ. ഈ പറയുന്ന എല്ലാം നമ്മൾ ഈ ഗ്രാഫിൽ നിങ്ങൾ കാണുന്നില്ലേ, നോക്കിയേ. കുറച്ച് സമയം എടുത്തിട്ട് ആ ഗ്രാഫ് ഒന്ന് നോക്കി മനസ്സിലാക്കിയേ. അത്രയും വേണ്ട, ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ടതല്ല, ഗ്രാഫ് നോക്കി മനസ്സിലാക്കുക. എംപ്ലോയ്മെൻറ്റിൻ്റെ സ്ക്വയർ എന്നുള്ള കട്ടയുള്ള ആ ലൈൻ നോക്കുക, അതിന് താഴത്തെ വർഷവും നോക്കുക. അതേപോലെ തൊട്ട് മുകളിലത്തെ GDPയുടെ ലൈൻ ഇങ്ങനെ കുത്തനെ പോകുന്നതും കൂടി കുറഞ്ഞ് പോകുന്നതും നോക്കുക, താഴത്തെ വർഷവും നോക്കുക. അതിൻ്റെ ഓരോ ജോയിൻറ്റിലും എത്രയാണ് എന്ന് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക, കുറച്ച് സമയം എടുത്ത് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ദ ഫോളോയിങ് കൺക്ലൂഷൻ ക്യാൻ ബി ഡിറൈവ് ഫ്രം ദ ട്രെൻഡ് ഇൻ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഈ നമ്മൾ കണ്ടിരിക്കുന്നതിൽ നിന്നും കുറച്ച് കൺക്ലൂഷൻ, നമ്മൾ കുറച്ച് അഭിപ്രായങ്ങൾ പറയുകയാണ്. എന്താണ് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ, ഇന്ത്യയുടെ വികസനം എങ്ങനെയാണെന്നൊക്കെയുള്ള കുറച്ച് അഭിപ്രായമാണ് പറയുന്നത്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
തൊഴിലവസരങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, അതായത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടറിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ എത്രമാത്രം ഡെവലപ്ഡ് ആയിരുന്നു, അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ കാണിക്കുന്ന വലിയൊരു ടേബിളാണ്. ട്രെൻഡ്സ് ഇൻ എംപ്ലോയ്മെന്റ് പാറ്റേൺ സെക്ടർ വൈസ് ആൻഡ് സ്റ്റാറ്റസ് വൈസ് 1972 മുതൽ 2012 വരെയുള്ള പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടറിൽ നിന്നും എത്ര പേർക്ക് തൊഴിൽ കിട്ടിയിരുന്നു? പ്രൈമറി സെക്ടറിൽ നിന്ന് തൊഴിൽ കിട്ടുന്നവരുടെ, പ്രൈമറി സെക്ടറിനെ തൊഴിൽ മേഖലയായി ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? മറ്റ് രണ്ട് സെക്ടറിൽ നിന്നും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കൂടിയിട്ടുണ്ടോ? അതൊക്കെയാണ് ഈ ടേബിൾ കാണിക്കുന്നത്. നിങ്ങൾ ബുക്കിൽ ടേബിൾ നോക്കുക. 1972, 73, 83, 93, 94, 1999, 2000, 2011, 12 വരെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കിയേ, സെക്ടർ ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, ടോട്ടലി, സ്റ്റാറ്റസ്, സെൽഫ് എംപ്ലോയിഡ്, റെഗുലർ സാലറിഡ്, കാഷ്വൽ ലേബേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് 1972, 73 പ്രൈമറി സെക്ടറിനെ തൊഴിൽ മേഖലയായി ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ശതമാനം 74.3 ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായേക്കെ, അത് കുഴപ്പമില്ല. 2011-12 ആകുമ്പോഴേക്കും അത് 48.9% കുറഞ്ഞു. സെക്കൻഡറി സെക്ടറിന്റെ 1972, 73 10.9 2011-12 ആകുമ്പോഴേക്കും അത് 24.3 കുറഞ്ഞു. അതിനിടയിലൊക്കെ വേരിയേഷൻ വരുന്നുണ്ട്, ഞാൻ രണ്ടെണ്ണേ വായിക്കുന്നുള്ളൂ. ടേഴ്സറി സേവന മേഖലയിൽ അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ 1972-73 14.8% ജനങ്ങൾ തൊഴിലിനെ ആശ്രയിച്ചിരുന്നു. അത് 2011-12 ആകുമ്പോഴേക്കും 26.8 വർദ്ധിച്ചു. പക്ഷേ പ്രൈമറി സെക്ടർ 74.3 നിന്നും 48.9 കുറഞ്ഞു. അത്രയും ഒരു കുറവിൻ്റെ ഒരു വർധനവ് മറ്റ് രണ്ട് സെക്ടറിലും കാണുന്നില്ല. അതായത് പ്രൈമറി സെക്ടറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നു, പക്ഷേ മറ്റ് രണ്ട് സെക്ടറും ഇത്രയും ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ മാത്രം വികസിച്ചിട്ടുമില്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു വിരോധാഭാസം ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് ഇന്ത്യയിൽ വികസനത്തിന്റെ സിംറ്റം കാണുന്നു. അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, അഗ്രികൾച്ചർ സെക്ടറിന് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു. പക്ഷെ മറ്റ് രണ്ട് സെക്ടറും അത്ര പോലും അധികം ഉഷാറാവുന്നുമില്ല. ഓക്കെ, അതുപോലെ സെൽഫ് എംപ്ലോയിഡ്, റെഗുലർ സാലറിഡ് നോക്കി. ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ചില കൺക്ലൂഷനിൽ എത്തുകയെ. ഈ ടേബിളും ബൈഹാർട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കിയാൽ മതി. സെൽഫ് എംപ്ലോയിഡ് 1972-73 61.4 ആയിരുന്നു. 2011-12 ആകുമ്പോഴേക്ക് 52 കുറഞ്ഞു. സ്വയം തൊഴിൽ തേടുന്നവർ. സ്ഥിരം ജീവനക്കാർ 15.4 നിന്ന് 18 വർദ്ധിച്ചു. അതായത് ഇത്രയും വർഷത്തിന്റെ ഇടയിൽ വന്ന മാറ്റം നോക്കിയേ, 3% കാഷ്വൽ ലേബേഴ്സോ 23.2 നിന്ന് 30 വർദ്ധിച്ചു. അതായത് കൂലിവേല ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധനവ് വന്നു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. 1972 മുതൽ 2011 വരെ വരുവാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. സ്വന്തമായി പണമിറക്കി ബിസിനസ്, അതുപോലെ സ്വന്തം തൊഴിൽ സ്വയം കണ്ടെത്തി ജീവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. റെഗുലർ സാലറീഡിന്റെ എണ്ണത്തിൽ ചെറിയ വർധനവുണ്ടായി. കാഷ്വൽ ലേബേഴ്സിന്റെ എണ്ണത്തിലോ ഭയങ്കര വർധനവ്. അതായത് കൂലിവേല ചെയ്ത് അന്നന്ന് ജോലിക്ക് പോയി ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയൊരു വർധനവുണ്ടായി. ഇതൊരു പ്രധാന പേരിലാണ് അറിയപ്പെടുന്നത്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും, ഇപ്പം തന്നെ പറയുവാണ്. ഇതൊരു പ്രധാന പോയിന്റാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. എന്താ കാഷ്വലൈസേഷൻ? അതായത് കൂലിവേലയിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു വർധനവ്, അതായത് ഒരു ട്രെൻഡ്. എല്ലാവരും അന്നന്ന് ജോലി ചെയ്ത് വരുമാനം സ്വരൂപിച്ച് ജീവിക്കുന്ന ഒരു പ്രവണത, കാഷ്വലൈസേഷൻ. കാഷ്വൽ വർക്കിലേക്ക് പോകുന്ന, കൂലിവേലയിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നു. അതെ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ എന്താണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്? അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞാൽ മതി. 1972-73 മുതൽ 2011-12 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ കൂലിവേലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് കാണുന്നു. 1972-73 23.2% ജനങ്ങളാണ് കൂലിവേലയെ ആശ്രയിച്ചിരുന്നത്. പിന്നെ ഓരോ വർഷങ്ങളിലും വർദ്ധിച്ച് പിന്നെ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. 99, 2000 ഒക്കെ വരുമ്പോൾ. എന്തായാലും 2011-12 ആകുമ്പോഴേക്കും 30% ജനങ്ങളും കൂലിവേലയെ ആശ്രയിച്ച് ജീവിക്കുന്നു. അതായത്
നമുക്കറിയാം ഈ കാഷ്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയില്ല, ഒരു അലവൻസും ഇല്ല, ഒരു ആനുകൂല്യവും ഇല്ല. അന്ന് ജോലിക്ക് പോയാൽ അന്ന് കൂലി കിട്ടും, അന്ന് ജോലി ചെയ്യാൻ പറ്റൂലേ, കൂലിയില്ല. അപ്പോൾ കാഷ്വൽ വർക്ക്സിലേക്ക് ജനങ്ങൾ പോകുന്നൊരു പ്രവണത അത് ഒരു നല്ലൊരു സിംറ്റം ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഇന്ന് ശമ്പളമില്ല, കൂലിയില്ല. അതിപ്പോൾ നമ്മൾ ഈ കൊറോണ സീസണൊക്കെ വന്നപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക്. അപ്പോൾ കാഷ്വൽ വർക്കിനെ ആശ്രയിച്ച് അല്ലെ കാഷ്വൽ കൂലി വേലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിലുണ്ടായി വർധനവിനെയാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, അതായത് ഒരു പ്രവണത, ഒരു ട്രെൻഡായി മാറി. ഓക്കെ, ആ വേർഡ്, ആ സെൻറ്റൻസ് ഓർക്കണേ. ഇനി നമ്മളിത് കുറച്ച് വിശദീകരിച്ച് വായിക്കാം. ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഇൻ എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിക്ലൈനിങ്. ഇറ്റ് ഹാസ് ഡിക്ലൈനിങ് ഫ്രം 74.3% ടു 48.9. നമ്മൾ പറഞ്ഞു പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ, പ്രൈമറി സെക്ടർ തൊഴിൽ കൊടുക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞു. അത് നല്ല സെൻറ്റായി നമുക്ക് പറയാം. ഒരു വികസന രാജ്യം, വികസിക്കാൻ പോകുന്ന, വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഷെയർ ഓഫ് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ഹാസ് ഇംപ്രൂവ്ഡ്. പക്ഷെ നമ്മൾ കണ്ടു ചെറിയ രീതിയിലാണ് ഇംപ്രൂവ് ആയിട്ടുള്ളത് അല്ലേ. മെജോറിറ്റി സ്റ്റിൽ കണ്ടിന്യൂ ടു ബി സെൽഫ് എംപ്ലോയിഡ്. ഇപ്പോഴും സ്വയം തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് അല്ലേ. അതായത് 61.4 നിന്നും 52%, ചെറിയൊരു കുറവേ വന്നിട്ടുള്ളൂ. പിന്നെയോ പെർസെൻറ്റേജ് ഓഫ് റെഗുലർ സാലറിഡ് എംപ്ലോയീസ് റിമെയിൻ മോർ ഓർ ലെസ് കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞു 3% വേരിയേഷനേ വന്നിട്ടുള്ളൂ, ഒരു വർധനവേ വന്നിട്ടുള്ളൂ. ബട്ട് പെർസെൻറ്റേജ് ഓഫ് കാഷ്വൽ ലേബർ ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ് ഹാസ് ഇൻക്രീസ്ഡ് ഫ്രം 23.2 in 1970 to 73 to 30 in 2011 and 12. This trend is called casualization of workforce. അതായത് കൂടുതൽ കാഷ്വൽ വർക്ക് അല്ലെങ്കിൽ കൂടുതൽ കൂലി വേലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പ്രവണത നമ്മളിവിടെ കാണുന്നു. അപ്പോഴേ ഇംഗ്ലീഷ് ബുക്ക് നോക്കുന്നവരും മലയാളം ബുക്ക് നോക്കുന്നവരും ഈ ടേബിളിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന 3ാമത്തെ പാരഗ്രാഫിൻ്റെ ആ ലാസ്റ്റിലത്തെ 2 സെൻറ്റൻസ് ബ്രാക്കറ്റ് ഇട്ട് അണ്ടർലൈൻ ചെയ്ത് ഇമ്പോർട്ടൻ്റ് എന്നാക്കി വെച്ചേ. അതായത് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. മലയാളം പറയുകയാണെങ്കിൽ പണിക്കാരുടെ കാഷ്വൽ വൽക്കരണം എന്ന് പറയും. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഓർ പണിക്കാരുടെ കാഷ്വൽ വൽക്കരണം എന്നുള്ള ആ പാരഗ്രാഫ്, ആ 2 സെൻറ്റൻസ്, 2 ഡാറ്റ 1972-73 എത്രയായിരുന്നു കൂലിവേല ചെയ്യുന്നവരുടെ എണ്ണം, 2011-12 എത്രയായിരുന്നു, അത് വർദ്ധിച്ചു. അതുകൊണ്ട് കാഷ്വലൈസേഷൻ അല്ലെങ്കിൽ പണിക്കാരുടെ കാഷ്വൽ വൽക്കരണം എന്ന് പറയുന്നു എന്ന് ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. അത് പറയുന്നതിന് മുന്നേ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇൻഫോർമൽ സെക്ടർ, ഫോർമൽ സെക്ടർ, ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. സംഘടിത മേഖല, ഔപചാരികത മേഖല, ഔപചാരിക സംഘടിത മേഖല. അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ അസംഘടിത, ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അനൗപചാരിക മേഖല. അൺഓർഗനൈസ്ഡും ഇൻഫോർമലും, അതായത് അസംഘടിത മേഖലയും അതുപോലെ അനൗപചാരിക മേഖലയും ഒന്നാണ്. അസംഘടിത മേഖല, അനൗപചാരിക മേഖല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ജോലി ചെയ്താൽ മാത്രമേ ശമ്പളമുള്ളൂ, പ്രത്യേകിച്ച് മറ്റ് ആനുകൂല്യങ്ങളോ അലവൻസോ ഒന്നുമില്ല. അവർക്ക് ലീവ് എടുത്താൽ അവർക്ക് ശമ്പളം കിട്ടൂല, പെൻഷൻ ഇല്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല, മെഡിക്കൽ ലീവില്ല, മെറ്റേണിറ്റി ലീവില്ല, പെറ്റേണിറ്റി ലീവില്ല, അതൊന്നും ഇല്ലാതെ ജോലി ചെയ്താൽ കൂലി കിട്ടും. അത്തരത്തിലുള്ള അവർക്ക് അവകാശങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ പറയാനുള്ള വോയിസ് ഇല്ല. അതാണ് അസംഘടിത മേഖല അല്ലെങ്കിൽ അനൗപചാരിക മേഖല. ഉദാഹരണം നമ്മളിപ്പോൾ പറയില്ലേ, കൂലിവേല ചെയ്യുന്നവരാവട്ടെ, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരാവട്ടെ, അവർക്ക് യൂണിയനൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒത്തിരി സമരം ചെയ്താൽ ആ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുക. അതുപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വെച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നവർ, അതൊക്കെ അതിൽ പെടുന്നതാണ്. എന്നാൽ സ്ഥിരം ജോലി ചെയ്യുന്നവർ, അപ്പോൾ ഒരു ടീച്ചേഴ്സ് ആവട്ടെ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആവട്ടെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സ് ആവട്ടെ, ഒരു ബാങ്ക് ജീവനക്കാരനാവട്ടെ, ഇവരൊക്കെ സംഘടിത മേഖല, ഫോർമൽ ഔപചാരിക മേഖലയിൽ ജോലി ചെയ്യുന്നതാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലോ അതുപോലെ നല്ല ഡെവലപ്ഡ് ആയ പ്രൈവറ്റ് മേഖലയിലോ ജോലി ചെയ്യുന്നവരെല്ലാം ഫോർമൽ സെക്ടറാണ്, ഓർഗനൈസ്ഡ് സെക്ടറാണ്, സംഘടിത മേഖലയാണ്, ഔപചാരിക മേഖലയാണ്. അതല്ലാതെ മറ്റ് ചെറിയ പ്രൈവറ്റ് സ്ഥാപനത്തിലും സ്വന്തം ജോലി ചെയ്യുന്നവരും കൂലിവേല ചെയ്യുന്നവരും കൃഷിപ്പണി ചെയ്യുന്നവരും ഒക്കെ അനൗപചാരിക മേഖലയാണ്, അസംഘടിത മേഖലയാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുകയെ കുറേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നിട്ട് ഇത് ഔപചാരികമാണോ അനൗപചാരികമാണോ അസംഘടിതമാണോ സംഘടിതമാണോ എന്നൊക്കെ. ഇനി നമ്മളിപ്പോൾ പണിക്കാരുടെ കാഷ്വൽ വൽക്കരണം ഓർത്തല്ലോ.
ഇതേപോലെ ഓർക്കേണ്ട ഒരു വാക്ക് കൂടി ഞാൻ പറയാൻ പോവാണ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. അതായത് ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? അനൗപചാരികം. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔപചാരികം അല്ലെങ്കിൽ സംഘടിതം, അതാണ് ഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് പോലെ തന്നെയാണ് ഫോർമൽ, സംഘടിതം, ഔപചാരികം. എന്നാൽ ഇൻഫോർമൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ അനൗപചാരികം അല്ലെങ്കിൽ അസംഘടിതവൽക്കരണം. ഓക്കെ, അപ്പോൾ ഇനി എക്സാമിന് ചോദിക്കുന്ന വേറൊരു വാക്കാണ് തൊഴിലാളികളുടെ അനൗപചാരികവൽക്കരണം, ഇൻഫോർമലൈസേഷൻ, ഓർ തൊഴിലാളികളുടെ അസംഘടിതവൽക്കരണം, അൺഓർഗനൈസേഷൻ, ഓർ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഓർ അൺഓർഗനൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. തൊഴിലാളികളുടെ അസംഘടിതവൽക്കരണം അല്ലെങ്കിൽ അനൗപചാരികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം സ്ഥിരം തൊഴിൽ കൊടുക്കുന്ന, സ്ഥിരം വരുമാനവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഉള്ള സംഘടിത മേഖലയിൽ ഫോർമൽ സെക്ടറിൽ, അതായത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, നല്ല നല്ല പ്രൈവറ്റ് സ്ഥാപനമാവട്ടെ, അവിടെയൊക്കെ തൊഴിൽ കൊടുക്കുന്നതിൽ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു. പകരം സ്വയം തൊഴിലും കൂലിവേലകളും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന, കാർഷിക ജോലിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന, അതായത് അനൗപചാരിക അസംഘടിത മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കൂടി. വേറെ വഴിയില്ല. അപ്പോഴേ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അസംഘടിത മേഖലയെ, അനൗപചാരിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കൂടി. സംഘടിത മേഖല, ഔപചാരിക മേഖല അല്ലെങ്കിൽ ഔപചാരികമായി എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന അത്തരത്തിലുള്ള മേഖല ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ വികസനം ഉണ്ടായിട്ടില്ല. അപ്പോഴേ വേറൊരു വഴിയുമില്ലാതെ ജനങ്ങൾ ഇൻഫോർമൽ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നു തൊഴിലാളികളുടെ അസംഘടിതവൽക്കരണം അല്ലെങ്കിൽ ഇൻഫോർമലൈസേഷൻ ഓർ അൺഓർഗനൈസേഷൻ. കാഷ്വലൈസേഷനുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഇപ്പോൾ കൂലിവേല ചെയ്യുന്നവരൊക്കെ ഇൻഫോർമൽ സെക്ടറാണ്, അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. കൂലിവേലയിലേക്കുള്ള ജനങ്ങളുടെ ഒരു എണ്ണം കൂടിയത് കൊണ്ട് അതിനെ കാഷ്വൽ വൽക്കരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതും മറ്റ് മേഖലകളും എല്ലാം സ്വയം തൊഴിലും ഒക്കെ ചേർന്ന് ഇതിൻ്റെയൊക്കെ നമ്മൾ കണ്ടു. സ്വയം ഓർഗനൈസ് സെക്ടർ അല്ലെങ്കിൽ റെഗുലർ സാലറീഡ് മേഖലയിൽ, അല്ലെങ്കിൽ സ്ഥിരം വരുമാനം കിട്ടുന്ന റെഗുലർ സാലറീഡ് എംപ്ലോയീസിൻ്റെ എണ്ണത്തിൽ ഇത്രയും വർഷം കൊണ്ട് 40 വർഷത്തോളം എടുക്കുമ്പോൾ വെറും ഒരു 3% വർധനവാണ്. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണമോ കൂലിവേല ചെയ്യുന്നവരുടെ എണ്ണമോ കാര്യമായി കുറയുന്നില്ല. കൂലിവേല ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു. അതുപോലെ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ എണ്ണത്തിലും കാര്യമായി കുറവ് വന്നിട്ടില്ല. ഇപ്പോഴും മെജോറിറ്റി ജനങ്ങൾ സ്വയം തൊഴിലും കൂലിവേലയും ചെയ്ത് ജീവിക്കുന്നു. ഇവർ രണ്ടും അസംഘടിത മേഖലയിലുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ ഒരു അസംഘടിതവൽക്കരണം കാണുന്നു, ഇൻഫോർമലൈസേഷൻ കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട 2 കാര്യമാണ് കാഷ്വൽ വൽക്കരണം, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഓക്കെ, അത് ഞാനൊന്ന് വിശദമായി വായിച്ചും തരാം. മനസ്സിലായല്ലോ കാര്യം? ഓക്കെ. ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എക്സാമ്പിൾ, സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉദാഹരണം അത് ഓർക്കണേ. ഫാമേഴ്സ്, ടൈലേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ, കൃഷിപ്പണി ചെയ്യുന്നവർ, ടൈലർ, സ്റ്റിച്ചിങ് ജോലി ചെയ്യുന്നവർ. റെഗുലർ സാലറിഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഗവൺമെൻറ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ലാർജ് പ്രൈവറ്റ് കമ്പനീസ് എക്സെട്ര. ഓക്കെ. ആൻഡ് കാഷ്വൽ ലേബേഴ്സ് എന്ന് പറഞ്ഞാലോ കൃഷിപ്പണി ചെയ്യുന്നവർ, കൂലിവേല ചെയ്യുന്നവർ. ഓക്കെ, അത് ഉദാഹരണം. ഇന്നും കൂടുതൽ കുറേ ഉദാഹരണം നമുക്ക് പറയാം കേട്ടോ. ഇവിടെ 2-3 പറഞ്ഞു എന്നേ ഉള്ളൂ. Salary, other benefits like pension, leave facilities, working conditions and social status of these categories are different. വരുമാനവും ജീവിത സാഹചര്യങ്ങളും ശമ്പളവും എല്ലാം ഇവർക്ക് വ്യത്യാസമാണ്. ഇനി നോക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഫോർമൽ സെക്ടർ എന്താണ്, ഫോർമൽ സെക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എക്സാമ്പിൾ എന്താണ്, അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടർ എന്താണ്, ഔപചാരിക മേഖല, സംഘടിത മേഖല, ഇതിൻ്റെ സവിശേഷതകൾ എന്താണ്, ഉദാഹരണം എഴുതുക എന്നൊക്കെ. അപ്പോഴേ നോക്കേണ്ട ഒരു പാരഗ്രാഫാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ബുക്കിലുള്ളത് ശ്രദ്ധിക്കണേ. സാലറി, അതർ ബെനിഫിറ്റ്സ് ലൈക്ക് പെൻഷൻ, ലീവ് ഫെസിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് these categories are different. Regular salaried employees have reasonably high salary. When they retire, they receive pension. അതായത് റെഗുലർ സാലറീഡ് എന്ന് പറഞ്ഞാൽ അവർ സംഘടിത മേഖലയാണ്.
ഫോർമൽ സെക്ടറാണ്. അവർക്ക് നല്ല ശമ്പളമുണ്ട്, ഓരോ വർഷവും ശമ്പളത്തിൽ വർധനവുണ്ട്, റിട്ടയറായ പെൻഷൻ ഉണ്ട്, ശമ്പളത്തോടു കൂടിയുള്ള ലീവുണ്ട്, പ്രസവാവധിയുണ്ട്, അതുപോലെ ഭാര്യ പ്രസവിച്ചാൽ ഭർത്താവിന് അവധിയുണ്ട്, അസുഖം വന്നാൽ ലീവുണ്ട്. ഇതെല്ലാം ശമ്പളത്തോടു കൂടിയുള്ള ലീവാണ്. ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഫോർമൽ സംഘടിത മേഖലയിൽ അല്ലെങ്കിൽ ഔപചാരിക മേഖലയിലുള്ള റെഗുലർ സാലറീഡ് പീപ്പിൾസിന് ഉണ്ട്. അസംഘടിത മേഖലയിലുള്ള അനൗപചാരിക മേഖലയിലുള്ള മറ്റ് സ്വയം തൊഴിലോ കൂലി വേലകളോ ഒക്കെ ചെയ്യുന്നവർക്കൊന്നും ഇതൊന്നുമില്ല. ഇത് നമുക്കറിയാം, എങ്കിലും ഈ പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണേ. ദെൻ നോക്കാം. സം സെൽഫ് എംപ്ലോയ്ഡ് പീപ്പിൾ ഓൾസോ ഹാവ് ഹൈ ഇൻകം. എക്സാമ്പിൾ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ബിസിനസ്മെൻ, ബിഗ് ഫാമേഴ്സ് എക്സെട്ര. ബട്ട് മെജോറിറ്റി ഓഫ് ദി സെൽഫ് എംപ്ലോയ്ഡ് ഹാവ് ലോ ഇൻകം. എല്ലാ സെൽഫ് എംപ്ലോയ്ഡും പാവപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റൂല. ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്മാർ, വലിയ വലിയ ബിസിനസ്സുകാർ, അംബാനിമാരെ പോലുള്ള വലിയ ബിസിനസ്സുകാരൊക്കെ അവർ സ്വയം തൊഴിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ചെറിയ ശമ്പളമാണോ? അല്ല. ഇങ്ങനെ ചെറിയൊരു ശതമാനം വലിയ ബിസിനസ് ചെയ്യുന്ന സെൽഫ് എംപ്ലോയ്ഡ് പീപ്പിൾസിന് നല്ല വരുമാനമുണ്ട്. എന്നാൽ മെജോറിറ്റി സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ചെറിയ വരുമാനമാണ്. കൂലിവേല ചെയ്യുന്ന, കാർഷിക ജോലി ചെയ്യുന്ന എല്ലാവർക്കും മെജോറിറ്റി തന്നെ പറയാം എന്താ, ചെറിയ വരുമാനമാണ്. പക്ഷേ വലിയ എസ്റ്റേറ്റ് ഒക്കെ നടപ്പിലാക്കുന്ന ചെറിയ വിഭാഗം വലിയ കൃഷിക്കാരുണ്ട്. പക്ഷെ സാധാരണ കൃഷിക്കാർക്കൊക്കെ ചെറിയ വരുമാനമാണ്. അതാണ് ഇവിടെ പറയുന്നത്. കാഷ്വൽ വർക്കേഴ്സ് ആർ ഗെറ്റ് ഓൺലി ലോ വേജസ്. ദ ഡോണ്ട് ഗെറ്റ് പെയ്ഡ് ലീവ്. അവർക്ക് ജോലിക്ക് പോയിട്ടില്ലേ വരുമാനമില്ല, കൂലിയില്ല. വിമൻ ഡു നോട്ട് ഹാവ് മെറ്റേണിറ്റി ലീവ്. കൂലി വേലക്ക് പോകുന്ന ഒരു ചേച്ചി പ്രസവത്തിന് ലീവ് എടുത്താൽ ആരെങ്കിലും കൂലി കൊടുക്കുവോ? ഇല്ല, വരുമാനമില്ല. ദേ ഹാവ് നോ പെൻഷൻ. ദർ വർക്കിംഗ് ആൻഡ് ലിവിങ് കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫാക്ടറി. അവരുടെ ജോലി സാഹചര്യങ്ങളും ഒന്നും സന്തോഷമുള്ളതല്ല. എപ്പോഴും അവർക്ക് വിഷമാണ്. അവർ അർഹിക്കുന്ന കൂലി അവർക്ക് കിട്ടൂല. അവർക്ക് ആവശ്യം പറയാൻ വേണ്ടി ആരും അവരുടെ ആവശ്യം കേൾക്കണമെന്നില്ല. റെഗുലർ സാലറിഡ് എംപ്ലോയീസ് ബിലോങ് ടു ഫോർമൽ സെക്ടർ. കാഷ്വൽ ലേബറേഴ്സ് ആൻഡ് മെജോറിറ്റി ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് ബിലോങ് ടു ഇൻഫോർമൽ സെക്ടർ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഫോർമൽ സെക്ടർ ഈസ് ഓൾസോ കോൾഡ് ഓർഗനൈസ് സെക്ടർ. നമ്മൾ പറഞ്ഞതാണ്. വൈൽ ദി ഇൻഫോർമൽ സെക്ടർ ഈസ് ഓൾസോ കോൾഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. നമ്മൾ പറഞ്ഞു. ഓൾ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എംപ്ലോയിങ് 10 hired workers or more come under the organized or formal sector. ഇപ്പോൾ എല്ലാ പ്രൈവറ്റ് സ്ഥാപനവും ഫോർമൽ സെക്ടർ ആണോ? അല്ല. 10ൽ കൂടുതൽ തൊഴിലാളികളെ ജോലിക്ക് വെക്കുന്ന പ്രൈവറ്റ് സ്ഥാപനം, അതാണ് വലിയ പ്രൈവറ്റ് സ്ഥാപനം. ഓർഗനൈസ് സെക്ടറായിട്ട് പറയുക, അല്ലെങ്കിൽ ഫോർമൽ സെക്ടറായിട്ട് പറയുക. എന്നാൽ ഏകദേശം എല്ലാ ഗവൺമെൻറ് സ്ഥാപനവും ഓർഗനൈസ് സെക്ടറാണെന്ന് പറയാം, ഫോർമൽ സെക്ടറാണെന്ന് പറയാം, ഔപചാരിക മേഖലയാണ് എങ്കിലും പറയുന്നു. ഗവൺമെൻറ് സ്ഥാപനമാകട്ടെ പ്രൈവറ്റ് സ്ഥാപനമാകട്ടെ 10ൽ കൂടുതൽ തൊഴിലാളികൾ അവരുടെ കീഴിലുണ്ടെങ്കിൽ അത് സംഘടിത മേഖലയാണ്, അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എന്ന് നോക്കാം. ഇഫ് ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് പീപ്പിൾ ആർ ടു ഇംപ്രൂവ്, മോർ വർക്കേഴ്സ് ഷുഡ് മൂവ് ടു ഓർഗനൈസ് സെക്ടർ ഫ്രം ദ അൺഓർഗനൈസ് സെക്ടർ. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ, ജനങ്ങളുടെ വർക്കിംഗ് കണ്ടീഷൻസ്, സാഹചര്യങ്ങളൊക്കെ നല്ലതാവണമെങ്കിൽ ഓർഗനൈസ് സെക്ടറിൽ അവർക്ക് തൊഴിൽ കിട്ടണം, ഫോർമൽ സെക്ടറിൽ തൊഴിൽ കിട്ടണം, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം. അല്ലാതെ കാഷ്വൽ വർക്കോ ചെറിയ സ്വയം തൊഴിലൊക്കെ ചെയ്ത് അസംഘടിത മേഖലയിലായാൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസോ സാഹചര്യമോ ഇംപ്രൂവ്ഡ് ആവില്ല. പ്രോഗ്രസ് ഇൻ ദിസ് ഏരിയ ഇൻ ഇന്ത്യ ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഇന്ത്യയിൽ ഇപ്പോൾ അതായത് ഫോർമൽ സെക്ടറോ ഓർഗനൈസ് സെക്ടറോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ മാത്രം വളർന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടാൻ ഇഷ്ടമല്ലേ? ഒരു PSC കോൾ ഫോർ ചെയ്താൽ അല്ലെങ്കിൽ PSC എക്സാം എഴുതാനൊക്കെ ലക്ഷക്കണക്കിന് ആൾ വരുന്നില്ല. അതിൽ ആർക്കാ ജോലി കിട്ടുന്നത്? ഒരു 100, 200, 250, 1000 താഴെ ആൾക്കല്ലേ പലപ്പോഴും ജോലി കിട്ടുന്നത് അല്ലേ? കാരണം അത്രയും തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം ഇന്ത്യയിലുള്ളൂ. അത്രയും നമ്മുടെ ഫോർമൽ സെക്ടർ, ഓർഗനൈസ് സെക്ടർ വളർന്നിട്ടുള്ളൂ. ഈവൺ ആഫ്റ്റർ 6 decades ഓഫ് പ്ലാനിങ്, നമുക്കറിയാം 5 year പ്ലാൻ 1951 തുടങ്ങി, എത്ര വർഷം കഴിഞ്ഞു? വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വർക്കിന് അൺഓർഗനൈസ് സെക്ടർ. ഇന്നും നമ്മൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടർ. വീണ്ടും ഒരു ടേബിൾ കൊടുത്തിരിക്കുകയാണ്. മെയിൽ, ഫീമെയിൽ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്നവർ. മെയിൽ ഫോർമൽ സെക്ടറിൽ 23.2, ഇൻഫോർമൽ സെക്ടറിലോ 249.8. നോക്കിയേ, അസംഘടിത അനൗപചാരിക മേഖലയിൽ 249, അതായത് 250. എന്നാൽ ഫോർമൽ സെക്ടറിൽ 23. എത്ര കുറവാണ് നോക്കിയേ. ഫീമെയിലോ ഫോർമൽ സെക്ടർ വെറും 4.8, അതായത് ഏകദേശം 5%.
ഇൻഫോർമൽ സെക്ടറിലോ 118.2. എന്തുകൊണ്ടാണ് ഇൻഫോർമൽ സെക്ടറിൽ പോകുന്നത്? ഫോർമൽ സെക്ടറിൽ ജോലി കിട്ടായിട്ട് അല്ലേ? കാരണം അതും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഫോർമൽ സെക്ടർ, അതാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ മെജോറിറ്റി ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും ഇൻഫോർമൽ സെക്ടർ, അസംഘടിത മേഖലയെ ആശ്രയിക്കുന്നു. എൻ്റെ ഒരു കണക്കാണ്, പുരുഷന്മാർ 249.8, 250ഓളം വരും, സ്ത്രീകൾ 118.2. എന്നാൽ ഫോർമൽ സെക്ടറിലോ പുരുഷന്മാർ 23.2, സ്ത്രീകൾ 4.8. ഈ ഒരു കണക്കെന്നെ കാണിക്കുന്നത് ഇന്ത്യയിലെ മെജോറിറ്റി ജനങ്ങളും അസംഘടിത മേഖലയെ, അനോർഗനൈസ്ഡ് അല്ലെങ്കിൽ അനൗപചാരിക മേഖലയെ, അസംഘടിത മേഖലയെ ആശ്രയിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നു, ജീവിക്കേണ്ടി വരുന്നു. അവർ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, വേറെ വഴിയില്ലായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തൊഴിലാളികളുടെ ഒരു അനൗപചാരികവൽക്കരണം, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട 2 വാക്കാണ്. കൂലി വേലയിലേക്ക് പോകുന്ന കാഷ്വൽ വൽക്കരണം, പണിക്കാരുടെ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. രണ്ടും എക്സാമിനേഷന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വിട്ടുപോകരുത്. ഇനി ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അക്കോർഡിംഗ് ടു ദിസ് ഡാറ്റ ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ ഈസ് 396 മില്യൺ. 396 മില്യൺ വർക്ക് ഫോഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. തൊഴിൽ ചെയ്യാൻ തയ്യാറായി ആ തൊഴിൽ മേഖലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ. ഓഫ് ദിസ് ഓൺലി 28 മില്യൺ ആർ ഇൻ ദ ഫോർമൽ സെക്ടർ. 396 മില്യൺ ജനങ്ങളിൽ 28 മില്യൺ ജനങ്ങൾ മാത്രമാണ് ഫോർമൽ സെക്ടറിൽ, ഓർഗനൈസ് സെക്ടറിൽ ജോലി കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇൻഫോർമൽ സെക്ടർ. അതായത് 93% ഓഫ് വർക്കേഴ്സ് ആർ, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 93 ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ തൊഴിൽ ഘടനയുടെ സവിശേഷത. 93% ഓഫ് പീപ്പിൾസ് ആർ സ്റ്റിൽ ഡിപ്പെൻഡിങ് ഓൺ ഇൻഫോർമൽ ഓർ അൺഓർഗനൈസ് സെക്ടർ. 93% ജനങ്ങളും അസംഘടിത മേഖലയെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന വെറും 7% മാത്രമേ ഫോർമൽ സെക്ടറിൽ ജോലി കിട്ടിയിട്ടുള്ളൂ. അത് ഒരു വലിയൊരു നെഗറ്റീവാണെന്ന് പറയാം. Another important issue is that women constitute only 17% of formal sector or formal workforce. This is clear case of gender injustice. സ്ത്രീകൾക്ക് ഫോർമൽ സെക്ടറിലുള്ള പാർട്ടിസിപ്പേഷൻ കുറവാണ്. അത് ഒരു ജെൻഡർ ഇൻജസ്റ്റിസ്, അതായത് സ്ത്രീ പുരുഷ ഒരു സമത്വമില്ലായ്മയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലൊക്കെ ഒരുപാട് മാറി, സ്ത്രീകളും പുരുഷന്മാരോട് കോമ്പീറ്റ് ചെയ്ത് മത്സരിച്ച് എക്സാം എഴുതിയൊക്കെ ഫോർമൽ സെക്ടറിലേക്ക് വരുന്നുണ്ട്. എങ്കിലും അത് ഓർക്കുക, അതായത് നമ്മുടെ തൊഴിലിൽ ഒരു കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് വന്നു, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് വന്നു, അതുപോലെ ഇൻജസ്റ്റിസും ഉണ്ട്, മെയിൽ ഫീമെയിൽ ഇനിക്വാളിറ്റിയും ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഞാൻ പറയാറില്ലേ, കൂലി വേല ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് കൂടുതൽ കൂലി, സ്ത്രീകൾക്ക് കുറവ് കൂലി. അപ്പോൾ ചില സ്ഥാപനങ്ങൾ സ്ത്രീകളെ ജോലിക്ക് വേണ്ട എന്ന് പറയും, പുരുഷന്മാർ ജോലിക്ക് വന്നാൽ മതി എന്ന് പറയും. അതൊക്കെ സ്ത്രീകളോടുള്ള ഒരു അസമത്വം, ഇൻജസ്റ്റിസ് അല്ലേ കാണിക്കുന്നത്, അനീതിയല്ലേ കാണിക്കുന്നത്. Governmental interventions and reforms are necessary to improve the conditions of workers in the formal sector. ഇപ്പോൾ ജനങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ വർദ്ധിച്ച് എല്ലാവർക്കും സ്ഥിരം ജോലി, നല്ല ശമ്പളവും കൂലിയൊക്കെ കിട്ടണമെങ്കിൽ ഗവൺമെൻറ് തന്നെ മനസ്സ് വെക്കണം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO have laid down norms for minimum wages, good working conditions and prevention of child labor. Central and state government have initiated measures to provide social security to some informal sector workers and vulnerable sections. അപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മാന്യമായ കൂലി കൊടുക്കണം, ജീവിത സാഹചര്യങ്ങൾ കൊടുക്കണം, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ CBSE സ്കൂളൊക്കെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിന് നമ്മളെ പോലുള്ള എയ്ഡഡ് ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുടെ അതേ സാലറി, അതേ ബേസിക് സാലറി കൊടുക്കണം എന്നൊക്കെ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയില്ലേ. അതുപോലെ നഴ്സുമാർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ളവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളവരെ പോലെ കൊടുക്കണം. പക്ഷെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഗവൺമെൻറ് നിയമമൊക്കെ ഇറക്കി തൊഴിലാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഇനിയും ശ്രമിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും വരെ പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം ഓർക്കണ്ടു. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്താണ്, അത്തരത്തിലുള്ള തൊഴിലിന് ഉദാഹരണം. ഇൻഫോർമൽ സെക്ടർ, ഫോർമൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് കൂടിയാണ്, ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അൺഓർഗനൈസ്ഡ് ആണ്. അതിൻ്റെ സവിശേഷത എന്താണ്, പോരായ്മ എന്താണ്, എക്സാമ്പിൾസ് എന്താണ്. പിന്നെ 2 പോയിന്റ്, കാഷ്വൽ വൽക്കരണം തൊഴിലാളികളുടെ, അതുപോലെ ഇൻഫോർമൽ അസംഘടിത വൽക്കരണം, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഈ 3 പോയിന്റ് ഓർക്കണ്ടു. ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ട് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് ചുരുക്കി പറയാം, അതായത് ജനങ്ങൾ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ്, എന്നിട്ടും തൊഴിൽ കിട്ടുന്നില്ല.
ജനങ്ങൾ ക്വാളിഫൈഡ് ആണ്, വിദ്യാസമ്പന്നരാണ്, തൊഴിൽ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, താല്പര്യമുണ്ട്, പക്ഷേ തൊഴിൽ കിട്ടുന്നില്ല. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. നോക്കാം. അൺഎംപ്ലോയ്മെന്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക് ബട്ട് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ. ജോലി ചെയ്യാൻ തയ്യാറാണ്, ജോലിയില്ല. Some economists define an unemployment as one who is not able to get employment for even 1 hour in a half day. ഒരു ഉച്ച വരെയുള്ള ഒരു ഹാഫ് ഡേയിൽ 1 മണിക്കൂറെങ്കിലും തൊഴിൽ കിട്ടാത്ത അവസ്ഥയെ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറായിട്ട് തൊഴിൽ കിട്ടാത്ത അവസ്ഥയും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഡാറ്റ സോഴ്സസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. എവിടെ നിന്നാണ് നമുക്ക് അൺഎംപ്ലോയ്മെന്റിന്റെ കണക്ക് കിട്ടുന്നത് നോക്കാം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് ഡാറ്റ സോഴ്സസ് അല്ലേ, NSSO അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ. അങ്ങനെ കുറച്ച് പേരാണ് ഇവിടെ പറയുന്നത്. റിപ്പോർട്ട് ഓഫ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, റിപ്പോർട്ട് ഓഫ് സെൻസസ് ഓഫ് ഇന്ത്യ, ഇതെല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് 2nd ചാപ്റ്ററിൽ പഠിച്ചതാണ്. റിപ്പോർട്ട് ഓഫ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നവരില്ലേ, അപ്പോൾ അവർ അൺഎംപ്ലോയിഡ് ആണല്ലോ. അപ്പോൾ അൺഎംപ്ലോയിഡ് അതായത് തൊഴിലില്ലാത്തവരുടെ കണക്ക് നമുക്ക് കിട്ടുന്നത് NSO, അതുപോലെ സെൻസസ് ഡാറ്റയിൽ നിന്ന്, അതോടൊപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, സെൻസസ് 10 വർഷം കൂടി ഉള്ള ജനസംഖ്യാ കണക്കെടുപ്പിൽ നിന്ന്. ഓക്കെ, ദീസ് റിപ്പോർട്ട്സ് ഗിവസ്, ഇതെല്ലാം കറക്റ്റ് കണക്കാണ്. ദീസ് റിപ്പോർട്ട്സ് ഗിവ്സ് us ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ കൺട്രി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ള അൺഎംപ്ലോയ്മെന്റിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി unemployment in India is highly complex. There are many type of unemployment in India like open unemployment, disguised unemployment, seasonal unemployment. അൺഎംപ്ലോയ്മെന്റിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റ് അതിൻ്റെ കൂടുതൽ വേറെ ഒന്നും കൂടി നമുക്ക് പറയാം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ഗൈസ്ഡ്, സീസണൽ, സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഇതിൽ മെയിൻ അതായത് സീസണൽ അൺഎംപ്ലോയ്മെന്റും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റും ഒക്കെ അഗ്രികൾച്ചർ സെക്ടറിൽ കൂലിവേല ചെയ്യുന്നവരുടെ ഇടയിൽ വരുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ, ടെക്നോളജിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോൾ ഇപ്പോൾ ഒരു 5 ആൾ ചെയ്യുന്ന ജോലി ഒരു മെഷീൻ ചെയ്യുന്നു. അപ്പോഴവിടെ ഒരാൾക്ക് ആ മെഷീന് നോക്കാൻ 1-2 ആളെ വേണ്ടു, 2-3 ആൾക്ക് ജോലി നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ വർധന അല്ലെങ്കിൽ മികവ് വന്നപ്പോൾ തൊഴിലവസരം നഷ്ടപ്പെട്ടതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എന്നാൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റും അതുപോലെ സീസണൽ അൺഎംപ്ലോയ്മെന്റും അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്കറിയില്ലേ, എന്താ സീസണിൽ മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ, ഓഫ് സീസണിൽ ജോലിയില്ല. ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞാലോ അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്കറിയാം പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ലാതെ കൊണ്ട് 2 പേര് ചെയ്യേണ്ട ജോലിയായിരിക്കും, പക്ഷെ 10 പേര് ജോലി ചെയ്യാൻ പോകും. അപ്പോൾ 2 പേര് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 5 ദിവസം ജോലി കിട്ടുമായിരുന്നു. പക്ഷെ 10 പേര് അവിടെ പോയപ്പോഴോ 1 ദിവസം കൊണ്ട് ജോലി തീർന്നു. അപ്പോൾ അവർക്ക് ബാക്കി ആ 2 പേർക്കും എല്ലാവർക്കും 4 ദിവസത്തെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയാം അല്ലേ. നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയി നോക്കാം. ഇത് ഓർക്കുക, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യാൻ തയ്യാറായി ആകുന്നു പക്ഷെ തൊഴിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ഹാഫ് എ ഡേ എടുത്താൽ 1 മണിക്കൂർ പോലും തൊഴിൽ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് അൺഎംപ്ലോയ്മെന്റ്. 4 തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഒന്നാമത്തേത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, തുറന്ന തൊഴിലില്ലായ്മ. ഇഫ് എ പേഴ്സൺ ഈസ് പ്രിപ്പയർഡ് ടു വർക്ക് ആൻഡ് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ, ജോലി ചെയ്യാൻ തയ്യാറാണ്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, കഴിവുണ്ട്, പക്ഷെ ജോലിയില്ല. People standing in some selected areas waiting to be hired for a day's working in case of open unemployment. Similarly, people waiting to be employed after registering with employment exchange. Employment exchange പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുന്നു, തൊഴിൽ കിട്ടുമോ എന്ന് കരുതി ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറായി കാത്തിരിക്കുന്നു, വിളിക്കുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ വിളിക്കുന്നില്ല. ആ അവസ്ഥയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ ഓപ്പൺ എംപ്ലോയ്മെൻ്റ് ഉണ്ട്. തൊഴിൽ ചെയ്യാൻ തയ്യാറാണ്, തൊഴിൽ കിട്ടുന്നില്ല. ആ അവസ്ഥയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റോ, ദിസ് ഈസ് പെക്യുലർ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. ഞാൻ പറഞ്ഞു ഡെവലപ്പിംഗ് ഇക്കോണമീസ് ലൈക്ക് ഇന്ത്യ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് മോർ പീപ്പിൾ ആർ എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചർ ദാൻ നെസസറി. അതായത് ആവശ്യത്തിലധികം ജനങ്ങൾ അവിടെ കുമിഞ്ഞുകൂടി ജോലി ചെയ്യുന്നു. അപ്പോഴെല്ലാവർക്കും കൂടി കുറച്ച് ജോലിയെ കിട്ടുന്നുള്ളൂ, മെജോറിറ്റി സമയം ജോലിയില്ല. അപ്പോൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ജനങ്ങൾ ആ മേഖലയിൽ പോയതുകൊണ്ട് പലരുടെയും ജോലി അവസരം നഷ്ടപ്പെടുന്നു, കുറയുന്നു. ദാറ്റ് ഈസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്.
സീസൺ അൺഎംപ്ലോയ്മെൻറ്റും അഗ്രികൾച്ചർ സെക്ടറിൽ എന്താ, വിത്ത് ഇറക്കുമ്പോഴും കൊയ്യുമ്പോഴും മാത്രമേ ജോലിയുള്ളൂ, ബാക്കി സമയങ്ങളിൽ അവർക്ക് ജോലിയില്ല. നോക്കാം എന്താ സീസൺ അൺഎംപ്ലോയ്മെൻറ്റ്. അഗ്രികൾച്ചർ ഈസ് എ സീസണൽ ഓക്കുപ്പേഷൻ. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ജോബ് ഓൺലി ഡ്യൂറിങ് ദ ബിസി സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. വിത്ത് വിതയ്ക്കുക, കൊയ്യുക, ആ സമയങ്ങളിൽ അല്ലെങ്കിൽ മാത്രം വിളവെടുക്കുക, ആ സമയങ്ങളിലേ ജോലിയുള്ളൂ, ബാക്കി സമയങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നോളുക. Therefore, agricultural laborers in India remain unemployed for about 6 months on an average in a year. ഒരു വർഷത്തിൽ മിക്കവാറും 6 മാസം കൃഷിക്കാർക്ക് ജോലിയില്ല. അതുകൊണ്ട് അതിനുള്ള പരിഹാരമായിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞേ എന്താ, നമ്മൾ വ്യത്യസ്ത മേഖലകളിലേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരണം, IT മേഖലയെ ഡിപ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? കന്നുകാലി വളർത്തുക, വ്യത്യസ്ത ക്രോപ്സ് കൃഷി ചെയ്യുക, IT മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാം, അപ്പോൾ അഗ്രികൾച്ചർ ഓഫ് സീസണിൽ മറ്റു ജോലി ചെയ്യാം, അതൊക്കെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഓക്കെ, എങ്കിലും അവസ്ഥയാണ് ഇപ്പോഴിവിടെ പറയുന്നത്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് സീസൺ അൺഎംപ്ലോയ്മെൻറ്റ് സം പീപ്പിൾ മൈഗ്രേറ്റ് ടു അർബൻ ഏരിയ ഇൻ സെർച്ച് ഓഫ് ജോബ്സ്. അപ്പോൾ കാർഷിക മേഖലയിൽ ജോലി കിട്ടാതെ നിൽക്കുമ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പട്ടണങ്ങളിലേക്ക് വരും, എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കി. ഇനി സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഞാൻ പറഞ്ഞു, അത് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നോളജി ഓർക്കണം, ഡിസ്കേസ്ഡ് എന്നും സീസണൽ എന്നും പറയുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ ഓർക്കണം, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി ഈസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. എക്സാമ്പിൾ, അൺഎംപ്ലോയ്മെൻറ്റ് റിസൾട്ടിംഗ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെഷീനറി ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ ഓർ അതർ സെക്ടർ. ഏത് മേഖലയിലും സാങ്കേതിക വിദ്യയിൽ പുരോഗതി വന്നപ്പോൾ ജനങ്ങളുടെ തൊഴിലവസരം കുറഞ്ഞു, ദാറ്റ് ഈസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ചിലപ്പോൾ എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിച്ചേക്കാം, സാങ്കേതിക മേഖലയിൽ വന്ന പുരോഗതിയുടെ ഭാഗമായി തൊഴിലവസരം ഇല്ലാതായി, അതിനെന്ത് പേര് പറയുന്നു? ഏത് അൺഎംപ്ലോയ്മെൻറ്റാണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഡിസ്കേസ്ഡും സീസണിലും അഗ്രികൾച്ചർ സെക്ടറിലാണ് മെയിൻലി, എന്നാൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് ഏത് മേഖലയിലും വരും. അപ്പോൾ 4 തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ്. പിന്നെ വേറെ ഒന്നൊക്കെ പറയുന്നുണ്ട് ബുക്കിലില്ലാത്തത്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, അതായത് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് പക്ഷേ അതിനൊത്ത ജോലിയില്ല. ഇപ്പോൾ PG PhD ഒക്കെ കഴിഞ്ഞ് പക്ഷേ ഒരു പ്യൂണിൻ്റെ ജോലി ചെയ്യുന്നു, അതിന് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അതിവിടെ പറഞ്ഞിട്ടില്ല, 4 പറഞ്ഞിട്ടുള്ളൂ, ഓർക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ലാസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ പറഞ്ഞത് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, 4 തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഓർക്കണേ. ഷോർട്ട് ക്വസ്റ്റിനേ വരുള്ളൂ എങ്കിലും ഓർക്കുക. ഇനി ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. തൊഴിലവസരങ്ങൾ കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ലാസ്റ്റ് പാർട്ടാണ്, ജസ്റ്റ് ലിസൺ ചെയ്യുക, ബുക്ക് നോക്കി ലിസൺ ചെയ്യുക. അൺഎംപ്ലോയ്മെൻറ്റ് പുഷസ് പീപ്പിൾ ഇൻ ടു പോവർട്ടി. തൊഴിലില്ല എങ്കിൽ അവർ ദാരിദ്ര്യത്തിലേക്ക് വരും. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഇനീഷ്യേറ്റിംഗ് മെഷേഴ്സ് ടു സോൾവ് ദ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. ഗവൺമെൻറ് ഒരുപാട് പരിപാടികൾ, നമ്മൾ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ കണ്ടിട്ടില്ലേ, അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതാക്കാൻ, പോവർട്ടി ഇല്ലാതാക്കാൻ ഒരുപാട് പദ്ധതികൾ ചെയ്യുന്നുണ്ട്. എ മേജർ ഇനീഷ്യേറ്റീവ് ഈ ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഒരുപാട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നമ്മൾ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ, അതൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഡെവലപ്ഡ് കൺട്രി ഈസ് ലോ. വികസിത രാജ്യങ്ങൾ തൊഴിലില്ലായ്മ കുറവാണ്. അൺഎംപ്ലോയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഈസ് ഗിവൺ ത്രൂ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് സച്ച് എസ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്. തൊഴിലില്ലാത്തവർക്ക് അലവൻസ്, വേതനം കൊടുക്കുക, ചെറിയൊരു ജീവിത മാർഗം കൊടുക്കുക, ജീവിത വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക, വ്യത്യസ്ത തൊഴിലവസരം ക്രിയേറ്റ് ചെയ്യാൻ സാമ്പത്തിക സഹായം കൊടുക്കുക, അങ്ങനെ പലതും ചെയ്യുന്നത് നമ്മൾ പോവർട്ടി 4th ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, വികസ്വര രാജ്യമായ ഇന്ത്യ, the government intervene through measures like minimum wages, improvement of working conditions, etc. Also, government improve the employability of people through primary education, public health, rural housing, rural infrastructure improvement and nutrition. ഗവൺമെൻറ് ഒരുപാട് പദ്ധതി ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കുക, പോഷകസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക, ജീവിത സാഹചര്യങ്ങൾ വർധന വരുത്തുക, ആരോഗ്യ മേഖലയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക, പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ, അങ്ങനെ ക്വാളിഫിക്കേഷൻ കൂട്ടിയും ആരോഗ്യം കൂട്ടിയും ജീവിത സാഹചര്യം കൂട്ടിയൊക്കെ ജനങ്ങളെ തൊഴിൽ ചെയ്യാൻ പ്രിപ്പയർ ആക്കി ജനങ്ങൾക്ക് ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യം കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ വിചാരിച്ച അത്ര ഇമ്പ്രൂവ്മെൻറ്റ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് കാണുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയും നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു വികസനം തൊഴിൽ കൊടുക്കുന്നതിൽ ഇന്ത്യ രാജ്യത്ത് എത്തിയിട്ടില്ല. എങ്കിലും ഗവൺമെൻറ് ശ്രമിക്കുന്നു. അത് പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച എല്ലാ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ഓർക്കാം. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഡ്യൂറിങ് ദ last 2 decades there has been a rapid growth in India's GDP. കുറച്ച് ഇപ്പോൾ ലാസ്റ്റ് കൊറോണക്ക് തൊട്ട് മുന്നേ, കൊറോണ വന്നപ്പോൾ അതൊക്കെ കുറഞ്ഞു, എങ്കിലും അതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ GDP യിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നല്ല വർധനമുണ്ടായി.
ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ലീഡ് ടു എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് GDP ഇമ്പ്രൂവ് ആയി, ഇന്ത്യ രാജ്യത്തെ GDP ഇമ്പ്രൂവ് ആവുന്നു, നാഷണൽ ഇമ്പ്രൂവ് ആവുന്നു. പക്ഷേ അതിന് തത്തുല്യമായി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ രാജ്യം പരാജയപ്പെട്ടു. നൗ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹാവ് കം അപ്പ് എസ്പെഷ്യലി ഇൻ ദ സർവീസ് സെക്ടർ. സേവന മേഖലയിലാണ് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത്. ദി അൺഓർഗനൈസ്ഡ് സെക്ടർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അൺഎംപ്ലോയ്മെന്റ് ഈസ് ബോത്ത് എൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോബ്ലം. അസംഘടിത മേഖലയിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നത്തിനും നമ്മൾ പരിഹാരം കാണണം. അതൊക്കെ ഇന്ത്യ രാജ്യത്തുണ്ട്. അതായത് നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ, അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടർ, അൺഓർഗനൈസ് സെക്ടർ. അതിൻ്റെ ഭാഗമായിട്ട് 1-2 ടേബിൾ നമ്മൾ നോക്കി, ഒരു അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് നമ്മൾ നോക്കി, എംപ്ലോയ്മെൻറ്റും GDPയും കാണിക്കുന്ന ഗ്രാഫ് നമ്മൾ കണ്ടു. അതോടൊപ്പം അതിൻ്റെ ഏറ്റവും കൺക്ലൂഷനായിട്ട് നമ്മൾ കണ്ടത് തൊഴിലാളികളുടെ കാഷ്വൽ വൽക്കരണം, തൊഴിലാളികളുടെ അസംഘടിതവൽക്കരണം. അരിത്മെറ്റിക് ലൈൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇന്ത്യ ഇത്രയും സ്വാതന്ത്ര്യം നേടി 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയൊക്കെ നടപ്പിലാക്കി തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന പല പദ്ധതികളും കൊണ്ടുവന്നിട്ടും GDPയിലൊക്കെ വർധനവ് വന്നെങ്കിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഗവൺമെൻറ്റിന് അത്ര വികസിക്കാൻ അല്ലെങ്കിൽ വികസനം കൊണ്ടുവരാൻ പറ്റിയില്ല, വളരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ജനങ്ങൾ ഇപ്പോൾ കാഷ്വൽ വർക്കിനെ ആശ്രയിക്കുന്നു, അനൗപചാരിക മേഖല, അസംഘടിത മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അനൗപചാരികവൽക്കരണം അല്ലെങ്കിൽ കാഷ്വൽ വൽക്കരണം എന്ന 2 വേർഡ് നമ്മൾ പഠിച്ചത്. അതിന് ആധാരമായ 2 പാരഗ്രാഫ് ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടേബിൾ പഠിച്ചതിൻ്റെ താഴെ വരുന്ന 3ാമത്തെ പാരഗ്രാഫും അതോടൊപ്പം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിൻ്റെ ഫീച്ചേഴ്സും ഉദാഹരണവും പറയുന്ന പാരഗ്രാഫും പ്രത്യേകം ഓർക്കുക. ഈ 2 വേർഡ്സും 2 സെൻറ്റൻസ് ഓർക്കുക. കാഷ്വൽ വൽക്കരണം, ഇൻഫോർമൽ വൽക്കരണം, ഇൻഫോർമലൈസേഷൻ ആൻഡ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഓക്കെ, അതിൻ്റെ കൂടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? 4 തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്: ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇത്രയും കാര്യം, അതായത് ഇന്ന് പ്രധാനമായി പഠിച്ചത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടർ ഓർ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, പിന്നെ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇത്രയും ഓർത്താൽ മതി. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് അതും പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം സിമ്പിളാണ്. വളരെ കുറച്ച് മാർക്കിന് മുന്നേ എക്സാമിന് ചോദിക്കാറുള്ളൂ. കൂടി വന്നൊരു 10-15 മാർക്കിന് കംപ്ലീറ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഓർക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രധാന കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ഈ ക്ലാസ്സിലെ പ്രധാന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി പലതവണ വീഡിയോ ഇട്ട് കേൾക്കുക, വ്യത്യസ്ത ടൈമിൽ കേൾക്കാം. അത് കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലൂടെ കണ്ണോടിച്ച് തന്നെ പോവുക, അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞതിനപ്പുറം ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. പ്രത്യേകിച്ച് ഇന്നെടുത്ത വീഡിയോയിൽ ഓർക്കുക, അല്ലെങ്കിൽ ഇന്നെടുത്ത ക്ലാസ്സിൽ ഓർക്കുക. ഫോർമൽ, ഇൻഫോർമൽ, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഫോർമൽ സെക്ടറിന് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ട്, ഇൻഫോർമൽ സെക്ടറിന് എന്തൊക്കെ ഇല്ല, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ ആദ്യ പാട്ടിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് തന്നെ പഠിക്കുക. അതിൻ്റെ കൂടി വീഡിയോസ് കേൾക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിർത്താം. നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ.